സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡലിൽ ലൈവിലുള്ള സുസുക്കി ബർഗ്മാൻ 125cc ഹോണ്ട ഡിയോ 125cc തമ്മിലുള്ള ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസുമാർക്ക് അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ ആയിക്കൊള്ളുക. കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ പുതിയ സ്കൂട്ടേഴ്സിൻ്റെയും ടൂ വീലേഴ്സിൻ്റെയും വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. 2024 മോഡൽ ബർഗ്മാൻ എന്ന് പറയുമ്പോൾ ഒരു മാക്സി സ്പോർട്സ് സ്കൂട്ടർ എന്നുള്ള കോൺസെപ്റ്റാണ്. ഡിയോ ഒരു സ്പോർട്സ് സ്കൂട്ടറാണ്. അപ്പോൾ ഈ രണ്ട് മോഡൽസും തമ്മിൽ ഏകദേശം പ്രൈസിങ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരേപോലെ വരിക, എന്തൊക്കെ ഫീച്ചേഴ്സ് ഡിഫറൻസ് ഉണ്ടാവും ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യമേ പറയുന്നത് ബർഗ്മാൻ എന്ന് പറയുമ്പോൾ ഒരു മാക്സി സ്പോർട്സ് സ്കൂട്ടർ കോൺസെപ്റ്റാണ്. കുറച്ചുകൂടി വലിപ്പമുള്ള വണ്ടിയാണ്. റൈഡിങ്ങിനാണ് വണ്ടി ഓടിക്കുന്നതിന് കുറച്ചുകൂടി പ്ലഷർ കിട്ടുന്ന ടൈപ്പുള്ളൊരു സ്കൂട്ടറാണ് മാക്സി സ്കൂട്ടർ കോൺസെപ്റ്റിലുള്ള ഈ ബർഗ്മാൻ വരുന്നത്. ഇതിൻ്റെ മിറേഴ്സ് എല്ലാം തന്നെ വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള മാറ്റ് ബ്ലാക്ക് കളറിലുള്ള മിറേഴ്സാണ് കമ്പനി നൽകിയിരിക്കുന്നത്. മറ്റൊരു എടുത്ത് പറയാവുന്ന ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഹാൻഡിൽ കവർ. ഡ്യുവൽ ടോണിലുള്ള ഹാൻഡിൽ കവറാണ് വരുന്നത്. മാറ്റ് ബ്ലാക്കും ഗ്ലോസി ബ്ലാക്കും ഫിനിഷിലുള്ള ഹാൻഡിൽ കവർ വരുന്നത്. അതിൻ്റെ ക്വാളിറ്റി എക്സ്ട്രീം ക്വാളിറ്റിയാണ്. എക്സലൻറ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. പിന്നെ ഈ സ്കൂട്ടറിൻ്റെ അതായത് നമ്മുടെ ബർഗ്മാൻ 125 ഫ്രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് ബോഡി മൗണ്ട് വരുന്ന വിൻഡ്ഷീൽഡാണ്, അല്ലെങ്കിൽ വിൻഡ് സ്ക്രീൻ എന്ന് നമുക്ക് പറയാം. ഇത് എയർ കട്ട് ചെയ്ത് നമ്മൾ ക്രൂസ് ചെയ്യുമ്പോൾ വളരെയധികം നമുക്കത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഹാൻഡിൽ കവറിൻ്റെ താഴെയുള്ള രണ്ട് ഭാഗത്തായിട്ട് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ഫെയറിങ്സ് വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂട്ടറിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് വരുന്നത് LED ഹെഡ്ലൈറ്റ്സ് ആണ്. LED പൊസിഷനിങ് ലൈറ്റ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED പൊസിഷനിങ് ലൈറ്റ്സ് ആണ്. വൈറ്റ് കളർ പ്രകാശമായിരിക്കും നമുക്ക് തരിക. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ബൾബ് ആയതുകൊണ്ട് പ്രകാശം വളരെ കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഡിമ്മ് സൈഡിലാണ് വരുന്നത്. ബ്രൈറ്റ് ആകുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ആ രണ്ട് ബൾബുകളും പ്രകാശിക്കുന്നതാണ്. പിന്നെ ഫ്രണ്ട് ഫെൻഡർ അതായത് മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റലാണ്. മറ്റ് സ്കൂട്ടറുകളെ പോലെ ഫൈബർ അല്ല, ഫുൾ മെറ്റലായിട്ടുള്ള മഡ് ഗാർഡ് തന്നെയാണ് കമ്പനി നമുക്ക് തരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിപ്പമുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. ദൂരെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ സാധിക്കും. അത് കൂടാതെ ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഡ്യൂറബിൾ ആയിരിക്കും. നമുക്കിതിൻ്റെ വീൽസ് കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. 12 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റേബിളായിട്ടും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കേരളത്തിലെ റോഡിലുള്ള അത്യാവശ്യം നല്ല കുഴി കുണ്ടിലൊന്നും ചാടിയാൽ തന്നെ നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷന് കംപ്ലൈൻറ്റ് വരാനോ ആ ഒരു ചാട്ടത്തിൻ്റെ ആക്കം നമുക്ക് ഫീൽ ചെയ്യുകയില്ല. ടയർ സൈസ് വരുന്നത് 90-12 ട്യൂബ്ലെസ് ടയറാണ് നമ്മുടെ സ്കൂട്ടറിന് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് സൈഡ് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. 120 mm ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വരുന്നത്. സിംഗിൾ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ കോമ്പി ബ്രേക്ക് സപ്പോർട്ട് നമ്മുടെ ബർഗ്മാൻ 125 അവൈലബിൾ ആണ്. ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഏത് സൈഡിലെ ബ്രേക്ക് അപ്ലൈ ചെയ്താലും ഓപ്പോസിറ്റ് സൈഡിലെ ബ്രേക്ക് കൂടി പ്രൊപ്പോർഷണലായിട്ട് എഫക്റ്റീവായി നമ്മളെ നല്ല സേഫായിട്ടും സെക്യൂറായിട്ടും വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ സ്കൂട്ടറിൻ്റെ ആകെ വീൽ ബേസ് വരുന്നത് 1265 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ് വരുന്നത്. ഡിയോന് 165 mm ക്ലിയറൻസ് വരുന്നുണ്ട്. 5 mm കുറവാണ്. എന്നാൽ 5 mm എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 5 mm ചെറിയൊരു ഇത് തന്നെയാണ്. അത്യാവശ്യം രണ്ട് സ്കൂട്ടർ ആയാൽ പോലും കേരളത്തിലെ റോഡുകളിൽ അടിയിടിക്കുകയോ അണ്ടർ ബോഡി ഡാമേജ് വരികയോ ഒന്നും ഇതുവരെ സംഭവിച്ചായിട്ട് കേട്ടിട്ടില്ല. മറ്റൊരു എടുത്ത് പറയാവുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫുഡ് പൊസിഷനാണ്. നിങ്ങൾ ബർഗ്മാൻ റോഡിലൂടെ ആളുകൾ ഓടിച്ചു പോകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതിൻ്റെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലും കാല് വെക്കാം. പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് ആ ചരിഞ്ഞിരിക്കുന്ന പോർഷൻ കണ്ടോ, അവിടെയും നമുക്ക് കാല് വെച്ചിരിക്കാം. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ടൊന്ന് വണ്ടി ഓടിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അത് ഡിപ്പെൻസ് അപ്പോൾ ഓടിക്കുന്ന ആളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അതാണ് ഈ ഫ്ലെക്സിബിൾ ഫുഡ് പൊസിഷൻ എന്ന് കമ്പനി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മേളിൽ കാല് കയറ്റി വെച്ചിട്ട് ഓടിക്കാം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഓടിക്കാം. എങ്ങനെ വേണമെങ്കിലും ഓടിച്ച് കൊണ്ട് നടക്കാവുന്നതാണ്. വളരെ കംഫർട്ടബിളായിട്ടും വളരെ സേഫായിട്ടും യാത്ര ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്രണ്ട് പ്ലാറ്റ്ഫോം വരുന്നത്. വളരെ ലാർജ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഗ്യാസ് സിലിണ്ടർ വരെ വേണമെങ്കിൽ കൊണ്ടുപോകുന്നതാണ്. ഇതാണ് വാഹനത്തിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന സുസുക്കിയുടെ കീ വരുന്നത്. ഡ്യുവൽ ഗ്ലോ ബോക്സ് അവൈലബിൾ ആണ്. കീയുടെ തൊട്ടിപ്പുറം തന്നെ ഒരു 1/2 ലിറ്റർ സ്റ്റോറേജ് വരുന്നൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. തൊട്ട് സൈഡിൽ തന്നെയായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് കൂടെ ഉണ്ട്. അതിൽ USB നമ്മുടെ മൊബൈൽ USB ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. ചാർജ് കേബിൾ കണക്ട് ചെയ്തിട്ട് മൊബൈൽ അതിൻ്റെ അടുത്ത് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് മൊബൈൽ ചാർജ് ആവുകയും ചെയ്യും. താഴെ പോകാനുള്ള ചാൻസും വളരെ കുറവാണ്. അതാണ് വാഹനത്തിൻ്റെ ഗ്രിപ്പ് സ്വിച്ചസ് എല്ലാം ഒന്ന് നോക്കി. എല്ലാം തന്നെ വളരെ അടിപൊളി ക്വാളിറ്റിയാണ്. നല്ല ഹെവി മെറ്റീരിയൽസാണ്. ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് എടുത്ത് പറയണം. കാരണം ഞാൻ ഒത്തിരി വണ്ടികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ബർഗ്മാനിലാണ് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ഇൻറ്റീരിയർ, കോക്ക്പിറ്റ്, ഹാൻഡിൽ കവർ എല്ലാം അവർ യൂസ് ചെയ്യുകയും ഞാൻ കണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി വണ്ടികൾ റിവ്യൂ ചെയ്തിരുന്നു, പക്ഷേ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ബർഗ്മാൻ്റെ അന്യായ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്.
നമ്മുടെ മീറ്റർ വരുന്നത് ഫുൾ ഡിജിറ്റൽ മീറ്ററാണ്, ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ കോൾ SMS ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. 2 സ്വിച്ചസാണ്, സെലക്ട് സ്വിച്ചും മോഡ് സ്വിച്ചുമാണ്, സെലക്ട് സ്വിച്ചും അഡ്ജസ്റ്റ് സ്വിച്ചുമാണ് സുസുക്കിയിൽ വരുന്നത്. കണ്ടോ, ഓണാക്കുമ്പോൾ തന്നെ ഇത് ബേസ് മോഡലാണ്, സ്ട്രീറ്റ് മോഡലാണ്. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്തിൻ്റെ ഫീച്ചേഴ്സ് വരുന്നില്ല. ഹൈ എൻഡ് മോഡൽ EXലൊക്കെ വരുമ്പോൾ ബ്ലൂടൂത്ത് വരുന്നത്. ഒരു സ്കൂട്ടറിൻ്റെ റൈഡിങ് കംഫർട്ടിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സീറ്റാണ്. സുസുക്കി ബർഗ്മാൻ സ്ട്രീറ്റ് 125cc സീറ്റിൻ്റെ ഹൈറ്റ് ആകെ 780 mm വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 5 അടിക്ക് മേളിൽ ഒരു 5'1", 5'2" പൊക്കമുള്ള ചേച്ചിമാർക്ക് വരെയും സ്കൂട്ടർ സിമ്പിളായിട്ടിരുന്ന് ഓടിച്ചുകൊണ്ട് നടക്കാവുന്നതാണ്. ആകെ വെയിറ്റ് 110 കിലോഗ്രാമേ വരുന്നുള്ളൂ. ഈസി ആയിട്ട് ബാലൻസ് കൂടെ ചെയ്യാവുന്നതാണ്. സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് മൾട്ടി ഫങ്ഷൻ കീ സ്വിച്ചിൽ നിന്ന് തന്നെയാണ്. ഏകദേശം 21.5 ലിറ്ററാണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്. പക്ഷേ 21 ലിറ്റർ ഉള്ളെങ്കിലും അതിൻ്റെ ആ ഓറിയൻറ്റേഷൻ, ആ അറേഞ്ച്മെൻറ്റ് അടിപൊളിയായിട്ട് ചെയ്തേക്കണം. കാരണം നിങ്ങളിപ്പോൾ കണ്ടു, ഒരു ഹെൽമെറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട്, എന്നാൽ പോലും ബാലൻസ് സ്പേസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഒരു ബാക്ക് പാക്ക് കൂടെ വെച്ചാൽ പോലും സ്പേസ് അത്യാവശ്യം ഉണ്ടാവും. പിന്നെ അത് കൂടാതെ നമ്മുടെ സ്കൂട്ടറിൻ്റെ ഫ്യൂല് ഫില്ല് ചെയ്യുന്നതും സീറ്റിൻ്റെ താഴെ തന്നെയാണ് അതിനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. 5.5 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഡിയോനേക്കാളും കുറച്ചുകൂടി ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കൂടുതലുണ്ട്. ബാക്ക് സൈഡ് റിയർ ഗ്രാബ് ഹാൻഡിൽ നല്ല വലിപ്പമുള്ളതാണ്, റൗണ്ട് ഷേപ്പിൽ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. ബാക്കിലിരിക്കുന്ന പാസഞ്ചറിന് ഈസി ആയിട്ട് കൈ എത്തിച്ച് പിടിക്കാൻ പറ്റുന്ന പൊസിഷനിങ് ആണ്. സുസുക്കി ആക്സസ് അതുപോലെ തന്നെ ആവനീസിൽ വരുന്ന സെയിം ടു സെയിം എഞ്ചിൻ കപ്പാസിറ്റിയാണ്. പക്ഷേ പവർ ഔട്ട്സ് വ്യത്യാസമുണ്ട്. 124cc 8.7 bhp പവർ വരും, 10 Nm ടോർക്ക് വരും. 0 to 60 കവർ ചെയ്യാൻ 8.7 സെക്കൻഡ്സ് മതി. ടോപ്പ് സ്പീഡ് 95 km/h. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ടായിട്ടുള്ള എഞ്ചിനാണ്. 2 ലിറ്റർ ഫ്യൂൽ എന്തായാലും ഫ്യൂൽ ടാങ്കിൽ നമ്മൾ എപ്പോഴും കരുതണം. പിന്നെ അത് കൂടാതെ നമുക്കൊരു 55-നും 60-നും ഇടയിലും മൈലേജ് ഇത്ര വലിപ്പമുള്ള ഇത്ര മാക്സി സ്കൂട്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇൻബിൽറ്റ് കിക്കർ വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചർ എല്ലാം തന്നെ സ്കൂട്ടറിൽ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു എടുത്ത് പറയുന്ന കാരണം വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലെ ടെയിൽ ലൈറ്റ്സ് ആണ്. നല്ല സ്പോർട്ടി റിയർ കോമ്പിനേഷൻ ലൈറ്റ്സ് ആണ്. LED ബൾബുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള 4 ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിയർ മഫ്ലറും എടുത്ത് പറയാവുന്നൊരു കാര്യമാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഡ്യുവൽ ടോണിലുള്ളൊരു മഫ്ലർ കവർ തരുന്നുണ്ട്. സൈലൻറ്റ് സ്റ്റാർട്ട് എഞ്ചിനാണ്. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ തീരെ ശബ്ദം അറിയത്തില്ല. നല്ല സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാവുന്നതാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള, സൈലൻ്റ് ആണ് പക്ഷേ സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണ്. റിയർ ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. 90-110 ട്യൂബ്ലെസ് ടയർ വരുന്നുണ്ട്. 130 mm ബാക്ക് സൈഡ് ഡ്രം ബ്രേക്ക് വിത്ത് കോമ്പി ബ്രേക്ക് സപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. 10 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ സ്ട്രീറ്റ് മോഡലിൽ വരുന്നത്. നമ്മൾ EX അതായത് ഫുൾ ഓപ്ഷൻ റൈഡ് കണക്റ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും 12 ഇഞ്ച് അലോയ് വീൽസും 12 ഇഞ്ച് വലിപ്പമുള്ള ടയറും നമുക്ക് സുസുക്കിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അലൂമിനിയം ഫുഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. ആകെ പ്രൈസ് വരുന്നത് 1.19 ഓൺ റോഡ് വരുന്നത്. സ്ട്രീറ്റിൻ്റെ ബ്ലൂടൂത്ത് എഡിഷൻ എടുക്കുകയാണെങ്കിൽ 1.27 വരുന്നുണ്ട്. അതുകൂടാതെ EX റൈഡ് കണക്ട് എടുക്കുകയാണെങ്കിൽ 1.46 വരുന്നുണ്ട്. EX റൈഡ് കണക്ട് ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ വലിപ്പമുള്ള വീല് വരും. പിന്നെ കുറച്ച് ക്രോമിൻ്റെ അതായത് സിൽവറിൻ്റെ ട്രിം വരും. മീറ്റർ ചേഞ്ച് ആയിട്ട് സുസുക്കി ആക്സസ് റൈഡ് കണക്റ്റിൽ വരുന്ന പോലത്തെ ഫുൾ ടെക്നോളജിക്കലി സപ്പോർട്ടുള്ള ഫുൾ കണക്ടിവിറ്റി ഉള്ള മീറ്റർ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കും. നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല മാക്സി അതായത് നല്ല വലിപ്പമുള്ളൊരു സ്പോർട്സ് സ്കൂട്ടറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1.19 റേഞ്ചിൽ നമുക്ക് സ്ട്രീറ്റ് എടുക്കാവുന്നതിനെക്കുറിച്ച് യാതൊന്നും തിരിച്ചല്ല. അത് ബാക്കിലേക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. സ്ട്രീറ്റ് വളരെ നല്ലൊരു ചോയ്സാണ്. അപ്പോൾ നമുക്കിനി ഹോണ്ട ഡിയോ 125ൻ്റെ വിശേഷങ്ങൾ കൂടെ അറിഞ്ഞിട്ട് ഞാൻ ഫൈനൽ കൺക്ലൂഷൻ തരാവുന്നതാണ്. ഹോണ്ട ഡിയോ 110cc ആണ് ആദ്യം വന്നിരുന്നത്. ഇപ്പോൾ 2021 തുടങ്ങി 125cc കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്രേസിയ എന്ന് പറഞ്ഞ മോഡൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നതെന്നാണ് റിപ്പോർട്ടുകളിലൂടെ എനിക്ക് വായിച്ച് അറിയാൻ കരുതി. പക്ഷേ അത് ശരിയാണോ, എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു സെയിം എഞ്ചിൻ വെച്ചിട്ട് സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ വെച്ചിട്ട് മൈലേജ് കിട്ടുന്ന എഞ്ചിൻ വെച്ചിട്ടുള്ള പുതിയ സ്കൂട്ടറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കവർ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കണ്ണാടി പോലത്തെ ഫിനിഷിങ് കിട്ടുന്ന ഒരു അടിപൊളി ഹെഡ്ലൈറ്റ് കവറാണ് വരുന്നത്. സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഏലിയൻ്റെ ഐ പോലെ, ഏലിയൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി സ്പ്ലിറ്റ് ആയിട്ടുള്ള LED പൊസിഷനിങ് ലൈറ്റ്സും വാഹനത്തിന് വരുന്നുണ്ട്. കൂടാതെ മാറ്റ് ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്ക്, കാർബൺ ഫൈബർ ട്രിം, ഇങ്ങനെ 3 ട്രിം യൂസ് ചെയ്തിട്ടുള്ള ബോഡി കവറാണ് കമ്പനി നൽകുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ്. LED ഹെഡ്ലൈറ്റ്സിൻ്റെ ചുറ്റുമായിട്ട് ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ആയതുകൊണ്ട് ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ലൈറ്റ്സ് ആയിരിക്കും കമ്പനി തരുന്നത്. കാരണം ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് ആണ് ഈ കാണുന്നത്. അതുകൂടാതെ ലൈറ്റ് വൈറ്റ് കളറായിരിക്കും, വെള്ള കളർ പ്രകാശമായിരിക്കും, നല്ല ത്രോ ഉണ്ടാവും. ഫ്രണ്ട് മഡ് ഗാർഡ് ഫൈബർ മെറ്റീരിയലാണ്. അതുകൂടാതെ വണ്ടിയുടെ ഗ്രാഫിക്സ് ഏതാണോ, കളർ ഏതാണോ അതിൻ്റെ ഗ്രാഫിക്സ് ഫ്രണ്ട് മഡ് ഗാർഡിലും വരും. 2 സൈഡിലും റിഫ്ലക്ടറൂടെ തരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലെ ബോഡി മൗണ്ടഡ് ആയിട്ടുള്ള ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തരുന്നുണ്ട്. ഡ്യുവൽ ടോൺ ബോഡി ഗ്രാഫിക്സ് ആണ് ഈ പ്രാവശ്യം കിട്ടുന്നത്. നല്ല ബോൾഡായിട്ടുള്ള ബോഡി ഗ്രാഫിക്സ് ആണ്. ബോഡി ഗ്രാഫിക്സിൻ്റെ ആ പാർട്ടിന് ചുറ്റും മാറ്റ് ബ്ലാക്ക്
കളറിലുള്ള ഒരു ഔട്ടിങ് കൂടി വരും. കാരണം വെച്ചാൽ സ്ക്രാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ മാറ്റ് ബ്ലാക്ക് കളറുള്ള ഔട്ട് പോർഷനാണ് ആദ്യം ടച്ച് ആവുക. ഗ്രാഫിക്സിന് വലുതായിട്ടൊന്നും ഡാമേജ് വരുന്നില്ല. ഫ്രണ്ട് ടെലസ്കോപ്പിക് ലോങ് ആയിട്ടുള്ള സസ്പെൻഷൻ വരുന്നുണ്ട്. ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. ടെലസ്കോപ്പിക് പ്ലസ് ഹൈഡ്രോളിക് ആണ്. ഉള്ളിൽ ഹൈഡ്രോളിക് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ലോങ് ആണ്. അതുപോലെ തന്നെ വളരെ സ്റ്റേബിളായിട്ടും കംഫർട്ടബിളാണ്. വണ്ടി കൊണ്ടുനടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 90 എന്ന് പറയുമ്പോൾ 12 ട്യൂബ്ലെസ് ടയർ ലഭിക്കുന്നുണ്ട്. സെയിം ടു സെയിം ആണ് ആവനിസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ 190 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അത് ഫുൾ ഓപ്ഷൻ നമ്മുടെ സ്മാർട്ട് മോഡലിലാണ് കേട്ടോ ഡിസ്ക് ബ്രേക്ക് വരുന്നത്. അല്ലാത്ത മോഡലിലാണ് 130 mm ഡ്രം ബ്രേക്കാണ്. പക്ഷേ രണ്ട് സ്കൂട്ടറിനും സേഫ്റ്റിക്കായിട്ട് നമ്മുടെ കംഫർട്ടിനായിട്ട് കോമ്പി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു കോമ്പി ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ പ്രൊപ്പോർഷനായിട്ട് ബ്രേക്കിംഗ് ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നല്ല സേഫായിട്ട് നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ്. വീൽ ബേസ് വരുന്നത് 1260 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 171 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ബർഗ്മാനേക്കാളും കൂടുതലുണ്ട്. വെയിറ്റ് 104 കിലോയാണ്. ബർഗ്മാനേക്കാളും വെയിറ്റ് കുറവാണ്. ഫ്രണ്ടിലെ ഫുഡ് സ്പേസ് നല്ല ലാർജറാണ്. അത്യാവശ്യം ഒരു 6 അടിക്ക് മേളിൽ പൊക്കമുള്ള ആളിരുന്നാൽ തന്നെ ഒരിക്കലും ഹാൻഡിൽമ നമ്മുടെ കാല് മുട്ടൊന്നുമില്ല. സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാവുന്ന ഒരു ഫുഡ് സ്പേസ് ആണ്. പിന്നെ ഈ ഗ്രാഫിക്സ് പുതിയ മോഡൽ വന്നത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കോക്പിറ്റ് ഒന്ന് നോക്കാം. ഗ്ലോസി ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്, കാർബൺ ഫൈബർ ട്രിം മിക്സ് ആയുള്ള കോക്പിറ്റ് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലോ ബോക്സ് സ്റ്റോറേജ് വരുന്നുണ്ട്. 1/2 കിലോളം നമുക്ക് വെയിറ്റ് താങ്ങാവുന്നൊരു ഗ്ലോ ബോക്സാണ്. നമുക്ക് മൊബൈൽ, പേഴ്സ് കാര്യങ്ങളെല്ലാം ഇടാം. മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള കീ സ്വിച്ച് വരുന്നുണ്ട്. അതായത് നമ്മുടെ സീറ്റിൻ്റെയും ഫ്യൂൽ ലിഡിൻ്റെയും ഓപ്പണിങ് ഈ കീ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്വിച്ചസ് എല്ലാം സെയിം ടു സെയിം ആയിരിക്കും. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ വരും. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഹോണ്ടയുടെ ബാഡ്ജിങ്, ഡിജിറ്റൽ മീറ്റർ, അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണും സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടണും കൂടി ഇൻറ്റഗ്രേറ്റഡ് വരും. ഇത് രണ്ട് വണ്ടിക്കും ബർഗ്മാൻ ആയാലും നമ്മുടെ Dio 125 ആയാലും ഈ സെയിം സ്വിച്ച് തന്നെയാണ്. വെച്ചാൽ സ്വിച്ച് വ്യത്യാസം ഉണ്ടാവും, ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ സെയിം സ്വിച്ച്, ഒറ്റ സ്വിച്ചിൽ തന്നെയാണ്. സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് ആണ് ഈ കാണുന്നത്. 22 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. 1/2 ലിറ്റർ നമുക്ക് Dioന് കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാം. നല്ല ഭംഗിയുള്ളതും ഗ്ലോസി ബ്ലാക്ക് കളറിൻ്റെ അടിപൊളി റിയർ ഗ്രാബിൾ റെയിൽ വരുന്നുണ്ട്. ഇത് പ്രോപ്പർ 2024 Dio ആണെന്നുള്ളതിൻ്റെ ബാർകോഡാണ് കണ്ടത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 5.3 ലിറ്റർ. ഈ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് എന്നുള്ളൊരു ഫീച്ചർ വളരെ ഉപകാരമുള്ള കാര്യമാണ്. നമുക്ക് വണ്ടിയുമ്പോൾ പെട്രോൾ അടിക്കണമെങ്കിൽ ഒരിക്കലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ജസ്റ്റ് ബട്ടൺ അല്ലെങ്കിൽ ആ സ്വിച്ച് പ്രസ് ചെയ്താൽ ലിഡ് ഓപ്പൺ ആവും. പെട്രോൾ പമ്പിൽ ആളുകൾ അടിച്ചിട്ട് നമുക്ക് പൈസ കൊടുത്തിട്ട് പോകും. ആ ഒരു ഫീച്ചർ ഈ രണ്ട് സ്കൂട്ടറുകളിൽ നമുക്ക് Dioന് മാത്രം കിട്ടുന്നുള്ളൂ. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ടൈലൈറ്റ് വരുന്നുണ്ട്. Dioൻ്റെ ടൈലൈറ്റ് വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ്. ബർഗ്മാൻ്റെ LED ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. ഹെഡ്ലൈറ്റ്സ് അല്ല, LED ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ കപ്പാസിറ്റി 123 cc ആണ്. പവർ 6.8 kW ആണ്. ടോർക്ക് 10.4 Nm ആണ്. ടോപ്പ് സ്പീഡ് 92 km ആണ്. ഇവിടെ സ്പീഡ് കുറവാണ്. മൈലേജ് 50-55 ആണ്. മൈലേജും കുറവാണ്. 4 സ്ട്രോക്ക് 4 വാൽവ് സെൻസർ കൺട്രോൾഡ് പ്രോഗ്രാംഡ് FI ആണ്. ഇതിന് സെൻസർ കൺട്രോളിങ് വരുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ ശൈലി അനുസരിച്ചിട്ട് സെൻസ് ചെയ്തിട്ട് ഫ്യൂവൽ ത്രോ ചെയ്യും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലപോലെ മൈലേജ് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ബാക്ക് സൈഡ് സസ്പെൻഷൻ 5 പോയിൻറ്റ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. അത് നമ്മുടെ ഹോണ്ടയുടെ സ്കൂട്ടറിന് മാത്രമേ വരുന്നുള്ളൂ. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫും അലൂമിനിയം ഫുട് റെസ്റ്റും രണ്ട് സ്കൂട്ടറും കോമൺ ആയിട്ട് ലഭിക്കുന്നുണ്ട്. എടുത്ത് പറയുന്ന മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈലൻസറാണ്. ആ സൈലൻസർ ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള ഡ്യുവൽ ടിപ്പ് മഫ്ലറാണ് ഇപ്പോൾ വരുന്നത്. സൗണ്ട് കുറച്ചുകൂടി സ്പോർട്ടിയാണ്, പക്ഷേ പതിഞ്ഞ സൗണ്ടാണ്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണ്. ലൗഡല്ല, പതിഞ്ഞ ശബ്ദമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇത് കൂടാതെ ടയർ ഹഗ്ഗർ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. സൈലൻസർ ടിപ്പിനും ഫാനിനും അഡീഷണൽ കവറിങ് വരുന്നുണ്ട്. എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരിക്കലും ചെളി അടിച്ച് കയറാൻ അത് നമുക്കൊരു അവസരം തരുന്നില്ല ടയർ ഹഗ്ഗർ ഉള്ളതുകൊണ്ട്. ബാക്ക് സൈഡ് ടയർ 90-110 ആണ്. 10 ഇഞ്ച് അലോയിൽ വരുന്നുണ്ട്. 130 mm ഡ്രം ബ്രേക്ക്. രണ്ട് സ്കൂട്ടറിനും ഓൾമോസ്റ്റ് സെയിം ടയർ സൈസും ബ്രേക്ക് കപ്പാസിറ്റിയാണ്. Dioന് ഓൺ റോഡ് ഏകദേശം 1,14,000 രൂപയാണ് ഇപ്പോൾ നിലവിൽ ഫെബ്രുവരിയിൽ കോസ്റ്റ് വരുന്നത്. 1,14 Dioന് വരുന്നത്. 1,19 ബർഗ്മാന് വരുന്നുണ്ട്. 5,000 രൂപയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ വ്യൂസിനോട് ഞാൻ സത്യം മാത്രം പറയാനുള്ളൂ. ഈ രണ്ട് സ്കൂട്ടറും രണ്ട് കാറ്റഗറിയാണ്. മാക്സി സ്പോർട്ട് സ്കൂട്ടറും സ്പോർട്സ് സ്കൂട്ടറും രണ്ട് കാറ്റഗറിയാണ്. ഒരിക്കലും കമ്പയർ ചെയ്ത് എടുക്കാൻ പറ്റില്ല. രണ്ട് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും ഉപയോഗങ്ങൾ, ആവശ്യങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് സ്കൂട്ടർ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ സ്കൂട്ടറുകൾക്ക് കമ്പയർ ചെയ്യാവുന്ന സ്കൂട്ടറുകളായിട്ട് ഞാൻ ഓൾറെഡി വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.